ചെറുവത്തൂർ മട്ടലായിയിലെ 50 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വൻ തീപിടുത്തം. മട്ടലായി കാരക്കൊടി കുണ്ടുവയൽ പാടശേഖരത്തിലാണ് ഞായറാഴ്ച ഉച്ചയോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയ തീപിടുത്തം ഉണ്ടായത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഉച്ചയ്ക്ക് 2 മണിയോടെ പടർന്നു പിടിച്ച തീ കനത്ത കാറ്റിലും ചൂടിലും പെട്ട് അതിവേഗം വ്യാപിക്കുകയായിരുന്നു. തീയണക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടതും പുകപടലങ്ങൾ ദേശീയപാതയിലേക്ക് പടർന്നതും പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി. സമീപത്തുകൂടി റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതിനാലും സമീപത്ത് തന്നെ ജനവാസ മേഖലയുള്ളതിനാലും തീ പടരാതിരിക്കാൻ അഗ്നിരക്ഷാസേനയ്ക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. തുടക്കത്തിൽ തന്നെ ഫയർ ബെൽറ്റ് തീർത്ത് തീ തടയാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റിൽ തീ ആളിപ്പടരുകയായിരുന്നു. കനത്ത ചൂടും സൂര്യതാപ ഭീഷണിയും നിലനിന്നതിനാൽ നാട്ടുകാരുടെ സഹായം വേണ്ടത്ര ലഭിച്ചതുമില്ല. ഈ വേനലിങ്ങനെ കടുത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും ഇങ്ങനെ തീ പിടുത്തുണ്ടാകുമ്പോൾ നമുക്കുള്ള പ്രധാന ബുദ്ധിമുട്ട് ഒന്നെന്ന് വെച്ചാൽ നമുക്ക് വാഹനങ്ങൾ ഇതുപോലെ വയലിൽ തീ പിടിക്കുമ്പോൾ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. പിന്നെ നമുക്ക് തീ അടിച്ചു കെടുത്ത ഈ ഉച്ച സമയങ്ങളിൽ തീ അടിച്ചു കെടുത്തിട്ട് കൗണ്ടർ ഫയറിൽ ഇട്ടിട്ട് അങ്ങനെ കെടുത്തുണ്ട്. നമുക്ക് അതിനുള്ള ഈ ചൂടും ഇതെല്ലാം നമുക്ക് തന്നെ ക്ഷീണം വന്ന് ഇതാകത്ത് പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ജനങ്ങളുടെ അതായത് പ്രദേശങ്ങളിലെ നാട്ടുകാരുടെ സഹായം നമുക്ക് അത്യാവശ്യമാണ്. നാട്ടുകാരെ സഹായിച്ചാലേ നമുക്ക് ഇതിനുള്ള വലിയ തീപിടുത്തങ്ങളൊക്കെ നമുക്കിങ്ങനെ എടുക്കാനുള്ള ഇത് പറ്റുന്നുള്ളൂ. അല്ലാതെ നമ്മൾ മാത്രം വെള്ളമടിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് നമുക്ക് പമ്പ് ചെയ്തിട്ട് വെള്ളം പമ്പ് ചെയ്ത് തീ പെട്ടെന്ന് തന്നെ കെടുത്താൻ പറ്റും. ഇതിപ്പോൾ വയലിലെല്ലാം തീ പിടിക്കുന്ന തീ നമ്മളെ വണ്ടി എത്തിച്ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളായതുകൊണ്ട് നാട്ടുകാരുടെ സഹായം അത്യാവശ്യമാണ്. ഇത്തരം സ്ഥലങ്ങളിലെത്തുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാണ്ട് അവിടുത്തെ തീ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ ശരത് കൃഷ്ണൻ, എം ആദർശ്, കെ എം ജിനു, ഡ്രൈവർ എം ആർ രാഹുൽ, ഹോംഗാർഡ് വി വി നാരായണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജു അടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.